അവധി സമയത്ത് കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ കസിൻസുമായിട്ട് ഒത്തുകൂടുന്ന സമയത്തുമൊക്കെ വളരെ ആസ്വദിച്ചും അവരോട് തല്ലുകൂടിയും ഒക്കെ കഴിക്കാറുള്ള കണ്ണൂരുകാരുടെ വളരെ പ്രിയപ്പെട്ട കച്ച റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനു വേണ്ടി വാളൻപുളി കുതിർത്ത് വെക്കണം. ഏകദേശം 25-30 ഗ്രാമോളം വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്കിട്ട് ഇത് കുതിർത്ത് വെക്കാൻ ആവശ്യമായ അത്രയും വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് പുളിയൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടിക്കോളും. നമുക്കിതിവിടെ അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വരും. എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ പുളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കൈവച്ച് നന്നായിട്ട് പിഴിയണം. പുളിയിലുള്ള നീര് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. നന്നായിട്ട് കൈവച്ച് തന്നെ പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഒരു ബൗളിലേക്ക് ഇതിൻ്റെ നീര് മാത്രം മാറ്റിയെടുക്കാം. പുളി പിഴിഞ്ഞ വെള്ളം ഞാനൊരു ബൗളിലേക്ക് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. പുളിവെള്ളം പിഴിഞ്ഞെടുത്തതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാം. കച്ചിനുള്ള പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ചുവന്ന മുളക് പൊടി ചേർക്കാം. ഇതിൻ്റെ കട്ടി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. തൊലിയോട് കൂടി തന്നെ ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് വേണം ചേർക്കാൻ. കറിവേപ്പിലയുടെ നല്ലൊരു മണം കിട്ടണം. ഞാനിവിടെ അല്പം മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കറിവേപ്പില ചെയ്തതുപോലെ നന്നായിട്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പഴുത്ത തക്കാളി, അതായത് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതും നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ചെയ്തതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം. വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടരുത്. വളരെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൈവച്ചിട്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അങ്ങനെ മറ്റോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിൽ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും അളവിന് ചെറിയ തക്കാളി മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 3 കാന്താരി മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 3 എണ്ണം കൈകൊണ്ട് ഉടച്ചിട്ടാണ് ചേർക്കുന്നത്. എങ്കിലേ കാന്താരി മുളകിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കാന്താരി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. മൂന്ന് കാന്താരി മുളകും ഇതിൽ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി മുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ പുളി പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അല്പം കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ലൊട്ടയും ഒരു പ്ലേറ്റിൽ അല്പം കിഴങ്ങ് കൊള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച് കച്ച ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലൊട്ട തന്നെയാണ്. കൊള്ളിയും കുഴപ്പമില്ല, എങ്കിലും ലൊട്ടയും കച്ചുമാണ് കൂടുതൽ ആളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഈ ലൊട്ട കച്ചിൽ മുക്കി ഇതുപോലെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. ഇത് മാത്രമല്ല കുക്കുംബർ, മാങ്ങ, പപ്പായ, വാഴക്കൂമ്പ് അങ്ങനെ പലതരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഈ കച്ചിൻ്റെ കൂടെ നമുക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെടാത്തതായി ആരും ഉണ്ടാവില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്